மட்டன் பிரியாணி சாப்பிட்றோம். இப்போ நாட்டுக்கோழி பிரியாணி பார்சல் எடுத்துக்கிட்டோം. ഓക്കെ. ബ്രോയിലർ കോഴി ഒന്ന് ബിരിയാണി പാർസൽ എടുത്തുകിട്ടോ. ഇത് സേലത്തിലെ ഏറ്റവും പഴയ ബിരിയാണി സ്റ്റോൾ, ഏറ്റവും നല്ല ബിരിയാണി ഇവിടെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏർക്കാട് നിന്ന് ഇവിടെ വന്നു. അപ്പം മട്ടൻ ബിരിയാണിയിലെ മട്ടൻ നല്ല നൈസായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. മാത്രമല്ല നല്ല രസമാണ്. അതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്നത് മട്ടൻ്റെ ഒരു ഫ്രൈ ഉണ്ട്. ഹലോ, ഹായ്, നമസ്കാരം, വണക്കം. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രുചികൾ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് സേലത്ത് അമ്മാപ്പേട്ട് മെയിൻ റോഡിലാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 60ഓളം വർഷത്തെ പഴക്കമുള്ള ഒരു ബിരിയാണി കട, NNR ബിരിയാണി. അപ്പോൾ NNR ബിരിയാണിയുടെ രുചികളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാനും രുചിക്കാനും പോകുന്നത്. വരും. வணக்கம்ண்ணா. வணக்கம். ஃபுட் எப்படி இருக்கு? நல்லா இருக்கு. பிரியாணி எங்கே என்ன அடிக்கடிக்கு கைக்குமா? ஆமாம், இந்த பக்கம் வரும்போது கண்டிப்பாக இங்கே தான் சாப்பிட்டு போவோம். இந்த பக்கம் வரும்போது கண்டிப்பாக இங்கே என்னென்ன பிரியாணி சாப்பிட்டு போவோம். மட்டன் பிரியாணி சாப்பிட்றோம். இப்போ நாட்டுக்கோழி பிரியாணி பார்சல் எடுத்துக்கிட்டோம். ஓகே. ബ്രോയിലർ കോഴി ഒന്ന് ബിരിയാണി പാർസൽ എടുത്തുകിട്ടോ. ഊര് സ്വന്തം ഊര് ഇங்கே தான்? சேலம். சேலம். ഓക്കെ, താങ്ക് യു. ഞങ്ങൾ കേരളത്തിലൊരു ഓൺലൈൻ ചാനലാണ്. മലയാളി? അതെ. എവിടെ സ്ഥലം? എവിടെ? എൻ്റെ സേലത്തിലാണ് ഏർക്കാട് ഹോട്ടൽ റിസോർട്ട്സ്. എവിടെ? ഏർക്കാട് റിസോർട്ട്സ്. ഓക്കെ. എങ്ങനെ ബിരിയാണി ഇവിടെ? ഇത് സേലത്തിലെ ഏറ്റവും പഴയ ബിരിയാണി സ്റ്റോൾ, ഏറ്റവും നല്ല ബിരിയാണി ഇവിടെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏർക്കാട് നിന്ന് ഇവിടെ വന്നു. ഏർക്കാട് നിന്ന് ഇവിടെ വരുന്നതാണ് ബിരിയാണി കഴിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എൻ്റെ ഓഫാണ്. അപ്പോൾ 60ഓളം വർഷത്തെ പഴക്കമുണ്ട്. അതെ അല്ലേ? 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതെ. കളറൊന്നുമില്ല. ഇത് നാട്ടുകോഴി ഫ്രൈ ആണ്. ഇത് ഖുഷ്കാണ്. നാട്ടുകോഴി ബിരിയാണി. അപ്പോൾ സാർ ഇത് നാട്ടുകോഴി ഫ്രൈ. ഓക്കെ. നാട്ടുകോഴി ലെഗ് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് നോർമൽ ബിരിയാണിയുടെ. നാട്ടുകോഴി ഫ്രൈയും ബിരിയാണി. അതെ. നാട്ടിലെവിടെയാണ്? പിന്നെ കുറ്റിപ്പുറം, മലപ്പുറം കുറ്റിപ്പുറം. ഞങ്ങൾ വളാഞ്ചേരി കുറ്റിപ്പുറം. 12 കിലോമീറ്റർ. ഓക്കെ, താങ്ക് യു. வணக்கம் சார். ஜெயபிரகாஷ் சார் அல்ல சார். இந்த பிரியாணி கடை எவ்வளோ சமயம் ஸ்டார்ட் பண்ணும்? லஞ்சு 12 12 மணி. க்ளோசிங் டைம் 3:30. 3:30 3 மணிக்கு க்ளோஸ் பண்ணும். പിന്നെ നൈറ്റ് நைட்டுக்கு 6 o'clock to 9 o'clock. അപ്പം ബിരിയാണി தான். தோசை ஐட்டம், பரோட்டா ஐட்டம்ஸ். പൊറോട്ട ഐറ്റംസ്. ഓക്കെ. ഹോളിഡേ എന്നാ? ஹாலிடே சாட்டர்டே ஹாலிடே. സാറ്റർഡേ ഹോളിഡേ. ഇത് എவ்வளோ வருஷமாச்சு? 50 plus years. 50 வருஷத்துக்கு முകളിലാச்சு. இங்க എന്തെല്ലാം ബിരിയാണി സ്പെഷ്യൽ இருக்கு? மட்டன் பிரியாணி, நாட்டுக்கோழி பிரியாணி. நாட்டுக்கோழி ஸ்பெஷல். നാട്ടുകോഴി സ്പെഷ്യൽ. നാട്ടു ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി അല്ലേ? ഓക്കെ. 50 വർഷത്തിന് മുകളിലാச்சு. നൈറ്റ് എത്ര മണി വരെ ഇருக்கு? நைட்டு 9 to 9:30 க்ளோசிங். 9:30. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് பிரேக்ஃபாஸ்ட். ഓക്കെ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. സാറ് നല്ല തിരക്കിലാണ്. സാറിന് ഒരുപാട് ജോലി തിരക്കിന്റെ ഇടയിൽ കിട്ടുകയാണ്. അപ്പൊ സാർ വണക്കം, സന്തോഷം. நன்றி, வணக்கம். എന്നനാട്ടിലെ സേലത്തിലെ ബിരിയാണി വന്നിട്ടുണ്ട്, മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്, മട്ടൻ ഫ്രൈ വന്നിട്ടുണ്ട്. മട്ടൻ ഫ്രൈ ഉണ്ട്. അപ്പൊ ഞാൻ ബിരിയാണി കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ ഗ്രേവിയാണ് ഇവരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിച്ചു നോക്കാം. അപ്പൊ ഞാനിതിന് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പം മട്ടൻ ബിരിയാണിയിലെ മട്ടൻ നല്ല നൈസായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. മാത്രമല്ല നല്ല രസമാണ്. അതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്നത് മട്ടൻ്റെ ഒരു ഫ്രൈ ഉണ്ട്. ഇതാണ് സംഭവം. ഇത് ഇപ്പോൾ വന്നാണ് നാട്ടുകോഴി ഫ്രൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ ഇവിടെ എവിടെ വന്നാലും നാട്ടുകോഴി ഉണ്ട്. അപ്പം NNR ബിരിയാണി സേലത്തിലെ NNR ബിരിയാണി കഴിച്ചു. ബിരിയാണി എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകോഴി ബിരിയാണിയും കഴിച്ചു, മട്ടൻ ബിരിയാണിയും കഴിച്ചു. ഇത് നമ്മളെ ജയപ്രകാശ് സാറാണ്. ഇത് നല്ല തിരക്കിലാണ്, രാവിലെ കണ്ടിരുന്നു. അപ്പോൾ സാർ
എല്ലാം സന്തോഷം. ரொம்ப നല്ല ഫുഡായിരിക്കും. അപ്പം 50-60 വർഷത്തെ രുചിയുടെ വിശേഷങ്ങളാണെന്ന് നമ്മൾ പങ്കുവെച്ചത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.